ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക വിഭവം എന്താണെന്നല്ലേ? ഇതാണ് അസൽ പ്രോൺസ് നിർവാണ. വായിൽ വെള്ളമൂറുന്ന ഈ സ്വാദ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതാ ഞങ്ങളുടെ റെസിപ്പി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത മിക്സിയാണിത്. ഇതിലേക്കൊരു 5 പച്ചമുളക്, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 100 ഗ്രാം മല്ലിയില, 1 പിടി വേപ്പിൻ്റെ ഇല, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വിനാഗിരിയാണ്. ഇതിൽ നമ്മൾ വെള്ളം തീരെ ചേർത്തിട്ടില്ല, വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വിനാഗിരി, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കണ്ടില്ലേ, നമ്മളെ പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ കൊഞ്ച് വളരെ ചെറുതാണ് എങ്കിലും നമുക്കിത് വെച്ച് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഈ കൊഞ്ചിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട്, ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മളുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇതാക്കിയെടുക്കാം, സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിൽ നല്ലവണ്ണം പിടിച്ച് കിട്ടണം കേട്ടോ. കൂടുതൽ വെള്ളമായിട്ട് വെഴുവെഴുന്നതിന് വെള്ളം പോലെ ഉണ്ടാവരുത്. ഇതുപോലെ നല്ല ഗ്രേവി ആയിട്ട് കഴിയുമ്പോൾ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം. 1 തുള്ളി വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച്, അത്യാവശ്യത്തിന് പൊരിച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ചെമ്മീൻ, കായം തേച്ച് വെച്ച ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇത് മുരിഞ്ഞ് സെറ്റായി വരട്ടെ. കണ്ടോ, നല്ല വറ്റി സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ ഇതിന് വരുന്നുണ്ട്. ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇനി ഇതൊന്നും കൂടി കുറുകി സെറ്റായി വന്നാൽ അടിപൊളിയായി. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂടുതൽ നേരം ചെമ്മീൻ വെന്താൽ റബ്ബർ മാതിരി ഇരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അടിപൊളി സൂപ്പർ പ്രോൺസ് നിർവാണ വരട്ടിയത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ പ്ലേറ്റ് കാലിയാകുന്നത് അറിയില്ല. അത്രക്കും രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂടിക്കോളൂ കേട്ടോ. തീർച്ചയായും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. വോൾ.